സ്ഥാനാർബുദവും ചികിത്സാ രീതികളും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ ഈ അർബുദ രോഗം തന്നെ പൊതുവെ കൂടുകയാണ്. ക്യാൻസറിൻ്റെ ഒരു കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. അതിൽ സ്ഥാനാർബുദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സിനറ്റ് PR ആണ് സംസാരിക്കുന്നത്. ഓവർ ടു ഡോക്ടർ സിനറ്റ് PR. Family Doctor, supported by VPS Lakeshore. നമുക്കിപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാനാർബുദത്തിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നല്ലൊരു രീതിയിൽ ചികിത്സ പൂർണ്ണമായിട്ടും കിട്ടും. സ്ഥാനാർബുദം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ സ്ത്രീകൾക്ക് മിക്കവാറും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമെങ്കിൽ നമുക്ക് സ്ഥാനാർബുദത്തിന് ശേഷം കിട്ടും. പക്ഷേ അതിനുള്ളൊരു പ്രധാന വിലങ്ങുതടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പും ആ ഒരു പ്രൊജക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു കുറവുണ്ടാവും. നമുക്ക് അത് കഴിയുമ്പോൾ നന്നായിട്ട് ആ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും വെച്ചിട്ട് നമുക്കത് പഴയതുപോലെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ബ്രസ്റ്റിൻ്റെ ഷേപ്പും ഇതും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്കത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ സ്ഥാനാർബുദത്തിൻ്റെ സർജറിക്ക് ശേഷം ആ ഒരു സെയിം സർജറിയുടെ ഭാഗമായിട്ട് തന്നെ ഓങ്കോ സർജൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് സർജൻ ആ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ എടുത്ത് മാറ്റിയതിന് ശേഷം വരുന്ന ആ ഒരു കുറവ്, ആ കുറവിൻ്റെ വലിപ്പവും അതിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വേറൊരു റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്നാണ് അതിനെ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്നത്. ആ ഒരു രീതി നമുക്ക് എത്രത്തോളം പോകുന്നു അതിനനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമുക്കത് പറ്റും. സക്സസ്ഫുള്ളാണ്, നല്ല റിസൾട്ടും കിട്ടാവുന്നൊരു സർജറിയാണ്. Family Doctor, supported by VPS Lakeshore.